ഹായ് ഓൾ, വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ ചൈനീസ് ഗ്രാൻഡ് പ്രീ കുറച്ച് മുമ്പേ അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ ചൈനീസ് ഗ്രാൻഡ് പ്രീയിൽ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രിസിഷനോടുകൂടി എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ഒരു ടീമും പിന്നെ എന്തൊരു പ്രതിസന്ധിയും തരണം ചെയ്ത് റേസ് ചെയ്യാൻ കഴിയുന്ന കഴിവുള്ള ഒരു ഡ്രൈവറും തമ്മിലായിരുന്നു ഈ ഒരു റേസ്. സോ നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ലൂയിസ് ഹാമിൽട്ടൺ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ചൈനീസ് ഗ്രാൻഡ് പ്രീയിൽ. ലൂയിസ് ഹാമിൽട്ടൺ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ചൈനീസ് ഗ്രാൻഡ് പ്രീ. അതുമാത്രമല്ല, ലൂയിസ് ഹാമിൽട്ടൺ റേസ് ചെയ്ത് അത് ബെസ്റ്റായിട്ട് അടിപൊളിയായിട്ട് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു സീസണിൽ എനർജി മാനേജ്മെന്റ് ആണ് കൂടുതലായിട്ട് ടീംസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ റേസിന്റെ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേന് ചാൾസ് ലെക്ലറും ലൂയിസ് ഹാമിൽട്ടണും തമ്മിൽ നല്ലൊരു ബാറ്റിൽ നടക്കുവാണ്. അപ്പോൾ ലൂയിസ് ഹാമിൽട്ടണ് ചാൾസ് ലെക്ലറിനേക്കാളും ഒരു ഹെഡായിട്ട് ഒരു ആധിപത്യം കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയിസ് ഹാമിൽട്ടൺ എനർജി മാനേജ് ചെയ്യുക എന്നുള്ള കഴിവുകൊണ്ടാണ്. റേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മക്ലാരന് ഒരു ഡിസാസ്ട്രസ് ആയിരുന്നു. കാരണം മക്ലാരന് 2 കാറും ഗ്രിഡിൽ ഇറക്കാൻ പറ്റിയില്ല, മെക്കാനിക്കൽ ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ക്വാളിഫൈങ് കഴിഞ്ഞപ്പോഴത്തേന് പോൾ പൊസിഷനിൽ കിമി ആന്റണി, സെക്കൻഡിൽ P2 ഉണ്ടായിരുന്നത് ജോർജ് റസൽ, P3 ലൂയിസ് ഹാമിൽട്ടൺ. അങ്ങനെ ഇന്ന് റേസ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു 5 ലൈറ്റ് പോയി റേസ് സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ ലൂയിസ് ഹാമിൽട്ടൺ അടിപൊളിയായിട്ട് പേസ് ചെയ്ത് P1 വന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് റേസിംഗ് ആയിരുന്നു. ലൂയിസ് ഹാമിൽട്ടണിന്റെ തുടക്കത്തിലുള്ള പേസ് അടിപൊളിയായിരുന്നു. മെഴ്സിഡസിനും ഫെറാറിക്കും ഓടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മിക്ക ടീമുകൾക്കും ഈ ഒരു റേസ് സ്റ്റാർട്ട് ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ് വെർസ്റ്റാപ്പൻ സ്റ്റാർട്ട് ചെയ്തത് P18 എന്നാണ്. പക്ഷേ റേസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു ടർബോ സ്പൂളിംഗ് ഉണ്ടായിട്ട് പൊസിഷൻ ഡ്രോപ്പ് ആയിപ്പോയി. അതുപോലെ ഐസഫർജാർ സ്പിന്നായിപ്പോയി. ഞങ്ങളിലേക്ക് സെർജിയോ പെരസും ബോട്ടാസും കോണ്ടാക്ട് വന്നായിരുന്നു. പക്ഷെ ലാബ് 2 ആയപ്പോഴത്തേന് കിമി ആന്റണി വീണ്ടും P1 തിരിച്ചു വന്നു. ലൂയിസ് ഹാമിൽട്ടനെ ഓവർടേക്ക് ചെയ്തു. അങ്ങനെ ലാബ് 3 വരെ ഫസ്റ്റ് ആന്റണി, സെക്കൻഡ് ഹാമിൽട്ടൺ എന്നുള്ള രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ലാബ് 4 ആയപ്പോഴത്തേന് P3 ഉണ്ടായിരുന്ന ജോർജ് റസൽ ഹാമിൽട്ടനെ ഓവർടേക്ക് ചെയ്ത് P2 വന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ ആസ്റ്റൺ മാർട്ടിനിലെ ലാൻഡ് സ്ട്രോളിന് എന്തോ ഒരു മെക്കാനിക്കൽ ഇഷ്യൂ വന്നു, അതുകൊണ്ട് സേഫ്റ്റി കാർ വന്നു. അപ്പോൾ ഈ സമയം മുതലെടുത്തിട്ട് മെഴ്സിഡസും ഫെറാറിയും അവരുടെ 2 കാറുകളെയും പിറ്റ് ചെയ്തു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഫെറാറി ഇവരുടെ ബുദ്ധി പ്രയോജനം തോന്നി. കാരണം കഴിഞ്ഞ റേസിലും ഓസ്ട്രേലിയൻ GP-യിലും ഇതേപോലെ ഐസഫർജാർ ക്രാഷ് ആയപ്പോൾ സേഫ്റ്റി കാർ വന്നപ്പോഴത്തേന് മെഴ്സിഡസ് മാത്രമേ അത് പിറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ മെഴ്സിഡസ് അപ്പം പിറ്റ് ചെയ്തുകൊണ്ടാണ് മെഴ്സിഡസിന് വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടിയത്. ആ സമയത്ത് ഫെറാറി പിറ്റ് ചെയ്തില്ല. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ അവർ ചൈനീസ് ഗ്രാൻഡ് പ്രീയിൽ ആവർത്തിച്ചില്ല. മെഴ്സിഡസ് പിറ്റ് ചെയ്തതിന്റെ പുറകെ തന്നെ ഫെറാറിയും പിറ്റ് ചെയ്തു. പക്ഷേ മെഴ്സിഡസും ഫെറാറിയും പിറ്റ് ചെയ്ത ടൈമിൽ ആൽപൈൻ്റെ കോളപ്പിൻ്റെയും അതേപോലെ ആസിന്റെ ഒലിവർ ബെയർമാനും P2 P3 കയറി വന്നു. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയിസ് ഹാമിൽട്ടണും റസലും പിറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ട്രാക്കിലേക്ക് വന്നപ്പോഴത്തേന് ഇവർ 2 പേരും ഫ്രണ്ടിലുണ്ട്. അതിൽ ഇവർ 2 പേരും പഴയ ടയറില്ല, ഇവർ പിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് നല്ല പേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ലാപ്പ് 14, 15, 16 ആ ഒരു ടൈം ആയപ്പോഴത്തേന് ഫ്രാങ്കോ കോളപ്പിന്റെ P2 ഉണ്ടായിരുന്നു. അത് എസ്തബൻ ഓക്കോൺ, ആസിന്റെ എസ്തബൻ ഓക്കോൺ P4 ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും നീക്കുന്നത് കൊണ്ട് ഹാമിൽട്ടണും ചാൾസ് ലെക്ലർക്ക് സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുവാണ്. ഹാമിൽട്ടൺ P3, ചാൾസ് ലെക്ലർക്ക് P5, പിന്നെ P6 ജോർജ് റസൽ. അപ്പൊ ഈ ഇവരുടേതല്ലാതെ ഇത്രയും 4 കഴിഞ്ഞ 2 റേസായിട്ട് മെഴ്സിഡസും ഫെറാറിയും തമ്മിലാണ് ഒരു ബാറ്റിൽ വരുന്നത് ഫ്രണ്ടിൽ. അപ്പൊ ഇതിന്റെ ഇടയിലേക്കാണ് ഇവര് ആൽപൈനും ആസും കയറി വന്നത്. കുറച്ചു നേരത്തേന് ആ ഒരു കുറച്ച് ലാബിലത്തേന് ഇവര് തമ്മിലായിരുന്നു ബാറ്റിൽ. പിന്നെ ലാബ് 24 ഒക്കെ ആയപ്പോഴത്തേന് ലൂയിസ് ഹാമിൽട്ടൺ, ചാൾസ് ലെക്ലർക്ക്, അതുപോലെ ജോർജ് റസൽ, ഇവര് 3 പേരും കൂടെ 3rd പ്ലേസിനും 2nd പ്ലേസിനും വേണ്ടി ഭയങ്കര അടിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് റസൽ കയറി വരും, കഴിയുമ്പോഴത്തേന് ഹാമിൽട്ടൺ ജോർജ് റസലിനെ ഓവർടേക്ക് വീണ്ടും കയറി വരും. ചാൾസ് ലെക്ലർക്ക് 2 പേരും ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ പോകും. അങ്ങനെയുള്ള രീതിയിൽ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് കളിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ജോർജ് റസൽ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി. ജോർജ് റസൽ നല്ലൊരു ലീഡ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് തമ്മിൽ ഹാമിൽട്ടണും ചാൾസ് ലെക്ലർക്കും തമ്മിൽ ബാറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ലൂയിസ് ഹാമിൽട്ടൺ എനർജി മാനേജ്മെന്റ് വെച്ചിട്ട് കളി കളിച്ചത്. ഈ ബാറ്ററിയുടെ എനർജി മാനേജ്മെന്റ് അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ഹാമിൽട്ടൺ ചാൾസ് ലെക്ലർക്കിനെ ഡിഫീറ്റ് ചെയ്ത് കയറിപ്പോയി. അതുകൊണ്ട് P3 വന്നു. അങ്ങനെ ചാൾസ് ലെക്ലർക്കും ലൂയിസ് ഹാമിൽട്ടണും കൂടെ കുറെ ദൈർഘ്യമേറിയ ഒരു പോരാട്ടത്തിനൊടുവിൽ ലൂയിസ് ഹാമിൽട്ടൺ ചാൾസ് ലെക്ലർക്കിനെ ഓവർടേക്ക് ചെയ്തൊരു 2.something സെക്കൻഡ് ലീഡ് വരുത്തി. ആ സമയത്ത് ലൂയിസ് ഹാമിൽട്ടൺ ചാൾസ് ലെക്ലർക്കിനോട് ഇൻഡയറക്ട്ലി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ചിലപ്പം ഈ ടീമിന് യങ്ങസ്റ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രൈവർ ആയിരിക്കാം, പക്ഷെ ഞാനാണ് ഈ ചൈനീസ് ഗ്രാൻഡ് പ്രീയിലെ രാജാവ്. ഈ സർക്യൂട്ട് എന്റെ സംഭവമാണ്. അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം ലൂയിസ് ഹാമിൽട്ടൺ P3 ഫിനിഷ് ചെയ്തു. പോഡിയത്തിൽ ഫിനിഷ് ചെയ്തതിന് ഫെറാറി ഫാൻസ് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ വേറൊരാളും ഭയങ്കര ഹാപ്പിയാണ്, അതീവ ഹാപ്പി. അപ്പോൾ അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഴ്സിഡസിന്റെ CEO കം ടീം പ്രിൻസിപ്പൽ ടോട്ടോ വോൾഫ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ലൂയിസ് ഹാമിൽട്ടൺ മെഴ്സിഡസ് ബോയിയാണ്. അതാണ് പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ P1 കിമി, P2 ജോർജ് റസൽ, P3 ഹാമിൽട്ടൺ. അപ്പോൾ അക്കോർഡിംഗ് ടു ടോട്ടോ വോൾഫ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മെഴ്സിഡസ് ആണ്. അങ്ങനെ ലാബ് 46 ആയപ്പോഴത്തേന് മാക്സ് വെർസ്റ്റാപ്പന്റെ കാറിന് എന്തോ മെക്കാനിക്കൽ ഇഷ്യൂ വന്നു, റിട്ടയർ ചെയ്യാൻ പറഞ്ഞു. പിന്നെ മാക്സ് വെർസ്റ്റാപ്പനും റേസിൽ നിന്ന് ഔട്ടായി. അങ്ങനെ ലാബ് 56 കഴിഞ്ഞ് കിമി ആന്റണി ഭയങ്കര ലീഡോടെ, അതായത് സെക്കൻഡുള്ള ജോർജ് റസലുമായിട്ട് 6 സെക്കൻഡ് ലീഡോടെയാണ് P1 ഫിനിഷ് ചെയ്തത്.
അങ്ങനെ ചൈനീസ് ഗ്രാൻഡ് പ്രി വിന്നറായി. സെക്കൻഡ് യങ്ങസ്റ്റ് ഡ്രൈവർ ഇൻ ഹിസ്റ്ററി ടു വിന്നെ ഗ്രാൻഡ് പ്രി ആണ്. അപ്പോൾ ചൈനീസ് ഗ്രാൻഡ് പ്രി അവസാനിച്ചപ്പം P1 കിമിയാൻഡിൽ, P2 ജോർജ് റസൽ, P3 നമ്മുടെ ലൂയിസ് ഹാമിൽട്ടൺ, P4 ചാൾസ് ലെക്ലർക്ക്. അപ്പോൾ അടുത്ത റേസ് വരുന്നത് ജപ്പാനിലാണ് അടുത്ത ആഴ്ച. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചൈനീസ് ഗ്രാൻഡ് പ്രിയെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.